ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ റാത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ഇന്ന് കുറച്ച് പർച്ചേസിങ്ങും അതുപോലെ തന്നെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നോക്കുക. അപ്പം ആദ്യം തന്നെ നമ്മളിതാ ഒരു ബിരിയാണിക്കുള്ള ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഉള്ളികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ മക്കളെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരമാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പർച്ചേസിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾ രണ്ടാളും നാട്ടിലേക്ക് പോകാനുള്ള ഓരോ പരിപാടിയിലാണ്. അപ്പോൾ ആദ്യം തന്നെ സനുവാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പർച്ചേസിങ്ങിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ജൂരി മാളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ജൂരി മാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളിതാ നേരെ മാളിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ടാണ് ഇനി പോരുന്നത്. ഇനി കാണിക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇന്നിപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടുള്ളൊരു മീൻ കറിയാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. മീൻ കറി എന്ന് പറയുമ്പോൾ മീനിൻ്റെ തലക്കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളക് പിന്നെ മസാലപ്പൊടികളെല്ലാം കൈവച്ച് നന്നായിട്ട് എന്താ പറയുക ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശേഷം മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ആക്കിയിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. അങ്ങനെ വേവിച്ചെടുത്തിട്ട് വെന്ത് വരുമ്പോൾ അതിൻ്റെ മീതേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് ശരിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തലക്കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ എപ്പം തല മാത്രം ഇങ്ങനെ കൊണ്ടുവരികയെന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇങ്ങനെ ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മസാലപ്പൊടികളും തക്കാളി എല്ലാം ഒന്ന് പിന്നെ കൈവച്ച് അങ്ങനെ ഞാൻ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ചോറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തലക്കറി എന്ന് പറയുമ്പം അതിലേക്ക് ചോറും ടേസ്റ്റാണ്, ചപ്പാത്തിയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടും കൂടി അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ എന്താ പറയുക കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുന്ന സമയമാണല്ലോ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ.
അപ്പം അത് നന്നായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, എല്ലാവരും കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഓവറായിട്ടൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ കഴിക്കണം എന്നൊക്കെ അല്ലേ പറയാറുള്ളത്. പക്ഷെ നമുക്കത് ഒരിക്കലും അങ്ങനെ നടക്കൂല കേട്ടോ. കാരണം എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാത്തു നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നേരത്തെ കഴിക്കുന്ന പതിവില്ല. അപ്പോൾ രാത്രി എന്തെങ്കിലും ലേറ്റായിട്ട് മാത്രമാണ് കഴിക്കാറുള്ളൂ കേട്ടോ. വല്ലപ്പോഴും ജ്യൂസോ അല്ലെങ്കിൽ പിന്നെ അതിലേക്ക് എന്തെങ്കിലും ഒരു പിന്നെ ഇതായിട്ട് ഉണ്ടാക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി, ദോശ, പത്തിരിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ രാത്രി. അപ്പോൾ അതൊക്കെ കൂടുതൽ നമ്മൾ വൈകും തോറും പിന്നെ നല്ലോണം ഒന്നും കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചക്ക് കുറച്ച് ഹെവി ആയിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ രാത്രി നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തെടുക്കലാണ് ഇന്ന് കേട്ടോ. പിന്നെ ഈ ഒരു കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്നിപ്പോൾ 2-3 ദിവസത്തെ റെസിപ്പീസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് മഷ്റൂം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് നമ്മൾ എന്താ പറയുക നല്ല ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണല്ലോ ഈ ഒരു മഷ്റൂം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നേരത്തെ തലക്കറിൻ്റെ സംഭവം പറഞ്ഞ പോലെ തന്നെയാണ് മഷ്റൂം ഭയങ്കര ടേസ്റ്റുമാണ്, ഹെൽത്തി ആയിട്ട് ഒരുപാട് നല്ലതുമാണ്. മഷ്റൂം വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ മാർക്കറ്റിലൊക്കെ ഒരുപാട് തരത്തിലുള്ള മഷ്റൂം കാണാൻ പറ്റൂലേ. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ മീതെ ഒരു തൊലി ഉണ്ടാവും, അത് നമുക്ക് മാക്സിമം കിട്ടുന്ന പോലെയൊക്കെ നമുക്ക് ഊരി അങ്ങനെ കളയുക കേട്ടോ. മഷ്റൂം വേവിക്കാനായിട്ട് വെക്കണം. അതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ചൂടായ ചട്ടിയിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ എന്താ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മളിത് മിക്സാക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടാൽ പിന്നെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ചോപ്പറില്ലാത്തൊരു കുനുകുന അരിഞ്ഞെടുത്തിട്ട് അങ്ങനെ എന്താ വേവിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ വാടി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മൾ സവാളയൊക്കെ. പിന്നെ അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണമല്ലോ. അപ്പം അത് ഞാൻ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇനി കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കളറിന് ആവശ്യമായിട്ട് കേട്ടോ. അപ്പം ഞാനിത് മിക്സാക്കിയിട്ടുള്ള പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ സാദാ ചില്ലി പൗഡറും കൂടി മിക്സാക്കി പൊടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം ആ ഒരു മുളക് പൊടി 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് തന്നെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അങ്ങനെ അതൊന്ന് പച്ചക്കുത്തൊന്ന് മാറി വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പുറത്തേക്ക് ഇതാ നമ്മളെ മഷ്റൂം ഒന്ന് കഴുകിയെടുക്കാനായിട്ട് വന്നിട്ടുള്ള കേട്ടോ. സാധാ 2 വെള്ളത്തിലും നമ്മൾ നോർമലായിട്ട് കഴുകിയിട്ടുണ്ട്. ശേഷം കുറച്ച് മഞ്ഞൾ വെള്ളത്തിലും കൂടി ഇത് കഴുകിയെടുക്കുകയാണ്. എന്തെങ്കിലും എന്താ ചീത്തയായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മഞ്ഞൾപ്പൊടിയിലൂടെ അങ്ങനെ മാറിക്കിട്ടും. അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ട് ഒന്ന് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മഷ്റൂം എല്ലാം അതാ സെറ്റാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഉപ്പ് കറക്റ്റാണോ നോക്കുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എത്രയാണ് നമുക്ക് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ളൊരു വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അത് പിന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണമല്ലോ. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക വെള്ളം ഞാനിതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയൊക്കെ മതി. പിന്നെ നമുക്ക് ഗ്രേവി ആയിട്ട് വരുമ്പോൾ ഓവറായിട്ട് വെള്ളം വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനധികം വേവില്ലാത്ത സംഭവമാണ് നമ്മുടെ ഈ ഒരു മഷ്റൂം ഇട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇതാ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അത്യാവശ്യം ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് ഒരു ടേസ്റ്റ് കൂടാനായിട്ട് ഒരു സംഭവം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് എന്താ മല്ലിച്ചപ്പ് ഉണ്ടാവില്ല നമ്മളെ മല്ലിയില, അതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമുക്കിത് എന്താ ഗ്രേവി ആയിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഒന്ന് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് എന്താ പറയുക കാഷ്യൂ നമ്മൾ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ഗ്രേവിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. മഷ്റൂം നോർമൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ഇങ്ങനെ കാഷ്യൂ ചേർത്തിട്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ
ചപ്പാത്തിക്ക് കൂടെയും പൊറോട്ടക്ക് കൂടെയും നെയ്ച്ചോറിന് കൂടെയും സാദാ ചോറിന് കൂടെയും എന്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞു പോയില്ലേ, എന്തിൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ സാദാ ചോറാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിലേക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു തളങ്ങനെ തുള്ളി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള നമ്മുടെ മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മൾ നല്ല മീൻ പൊരിച്ചതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മളൊരു സ്നാക്ക് റെഡിയാക്കിയിട്ടുണ്ട്. നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സമൂസ കഴിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. നോമ്പ് സമയത്ത് അധികം ദിവസങ്ങളിൽ നമുക്ക് സമൂസ ഉണ്ടാകാറുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത്ര നമുക്ക് ഇഷ്ടം തോന്നാറില്ലേനു. അപ്പോൾ നോമ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് സമൂസ കഴിക്കാൻ ഇഷ്ടമായപ്പോൾ നമ്മൾ സമൂസേൻ്റെ ഷീറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തപ്പം കുറച്ചൊന്ന് മൊരിഞ്ഞത് കൂടിപ്പോയോ എന്നൊരു സംശയം. പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു മാറ്റമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ രാത്രി മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്റ്റിക്കർ ഇവിടെ അങ്ങനെ കണ്ടപ്പം അത് വെച്ചിട്ടൊരു മൈലാഞ്ചി ഇട്ടിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ വീഡിയോൻ്റെ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പർച്ചേസിങ്ങിന് ഇറങ്ങുകയാണ്, സനുക്കുട്ടൻ നാട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഇതാ പെട്ടിയൊക്കെ കെട്ടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അങ്ങനെ സനുക്കുട്ടനും അബീഖാൻ്റെ ഒരു ഫ്രണ്ടും കൂടി നാട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മളെ മക്കൾ നമ്മളെ അടുത്ത് ഇല്ലാതാകുമ്പോഴാണ് അതിൻ്റെ ഒരു വിഷമം നമ്മൾ ശരിക്കും അറിയാലേ. അപ്പോൾ എന്തായാലും സനുവിന് ഇപ്പോൾ നാട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സിനുക്കുട്ടിക്കും നാട്ടിലേക്ക് പോകാനായിട്ട് ടൈമാവും. എന്താ കാരണം എന്ന് വെച്ചാൽ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനുക്കുട്ടി ഇനി 10th മഴ എങ്ങനെ ഇൻഷാ അല്ലാ അത് കഴിഞ്ഞ് കുറച്ചും കൂടിയൊക്കെ നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാ നമ്മൾ നാട്ടിലേക്ക് തന്നെ വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും കൂടി മറക്കരുത്. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.